ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമ്പോൾ പോയി എല്ലാം പോയി. ഞാൻ വന്ന ഉടനെ വരുന്ന അതിലാണ് കാരണം ഞാൻ കാരെല്ലാം വേറെ കൊണ്ടുള്ള വിശ്വാസം കണ്ടോ. മറ്റത് അതല്ല, ദൈവത്തിന് പദ്ധതി പ്ലാൻ അനുസരിച്ച് ദൈവത്തിന് വലിയ പദ്ധതി പ്ലാൻ ഉണ്ടാവും. ഇതിന്റെ കഥവ് ഞാൻ വായിച്ചപ്പോഴാണ് പെട്ടെന്ന് ദൈവം ഒരു വനത്തിൽ കൂടിയാണ് ഷാജികളുടെ ഇതിലോട്ട് വന്നെന്ന് കർത്താവ് കാണിച്ചെന്ന്. വെളിപ്പാട് 11 14 വാനത്തില് ആ വന്നത് 2 പേരോട് ആക്സിഡന്റ് മരിച്ചു. ലോകത്തിൽ എങ്ങനെ കൊണ്ടുപോയി കണ്ടോ, അവർ മരിച്ചെന്നുണ്ടോ. ദൈവത്തിന് പദ്ധതിയാണ് ഒരുപാട്. അവിടെ നോക്കി കഴിഞ്ഞ് ഒന്ന് ദൈവം കൊണ്ടുപോവുകയാണ്. അതാണ് പ്രാർത്ഥനാ സമൂഹത്തിൽ പറഞ്ഞാൽ ഈശോയ്ക്ക് അതാണ് ആവശ്യം. ദൈവം ആവശ്യിക്കുന്നത് നമ്മുടെ വിശുദ്ധിയാണ്, വിശുദ്ധി എന്നാണ്. അല്ലാതെ അത്ഭുതങ്ങളുടെ അവരുടെ ആവർത്തിക്കാനുള്ള മാത്രം കേട്ടോ. യോഹന്നാൻ 4:48 അത്ഭുതം പറയാതെ കാണിക്കാൻ ദൈവം ഞാൻ കർത്താവ് വേണ്ടി എഴുതുമ്പോൾ നിന്നെ അറിയേല എന്നെ ദൂരെ പോലും കവലത്തിൽ ഒക്കെ വിളിക്കണം. നിന്നെ ഞാൻ അറിയില്ല, എന്റെ പിതാവിന് ഇത് നിറവേറ്റുന്നവരാണ് സ്വർഗാത്തിന്റെ അവകാശം. കണ്ടോ, ലൂക്കാ 10:20 സ്വർഗത്തിൽ പേരെത്തിക്കുക. അത് കർത്താവിന്റെ കൃപയിൽ വരുമ്പോൾ കൃപയാണ് ഇതിനെ പ്രവർത്തിക്കുന്നത്, നിങ്ങളല്ല. പിന്നെ കൃപയാണ്. ഇതുകൊണ്ടാണ് 4 കൊല്ലം ബൈബിൾ ക്ലാസ് നിങ്ങൾ വരണം. 4 കൊല്ലം കഴിയുമ്പോൾ പിന്നെ ഞാൻ വിട്ടു, നിങ്ങൾ ആരെങ്കിലും ആയിരിക്കുന്നത്. കാരണം കൃപ വന്നു കഴിഞ്ഞാൽ പിന്നെ കൃപയൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങളാണോ? അല്ല, എല്ലാം കൃപയാണ്. ഈ സത്യം ദൈവം ഒരിക്കലും തരും. അതാണ് പൗലോസ് പറഞ്ഞത്. കൃപ വർദ്ധിക്കുമെന്ന് വരും. മോളില് റോമ 5:20 പാപത്തിന് മോളായിരിക്കുന്നത് എപ്പോഴും. ഇപ്പൊ സിസ്റ്റർ ഇതിൽ ഏറ്റവും കൂടുതൽ പാപത്തിന്റെ ആരാണ്? അയാൾക്ക് എല്ലാവരും കഴിഞ്ഞ് ഞാൻ പാവം ഒന്നുമില്ലെന്ന് ചോദിച്ചിരിക്കും. അപ്പൊ കൃപൊന്നും കിട്ടിയപ്പോ ഇങ്ങനെ നടക്കം ചെയ്യുന്നു. കാര്യം അറച്ചിരുന്ന ഇരിക്കാൻ മോനെ തത്തപ്പോഴും ഉദരമാണ് അവരുടെ ദൈവം. അത് ആർക്കും എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നു? തുറന്നു കൊടുക്കാൻ സാധിക്കും. വീട്ടിൽ തന്നെയായിരിക്കും. എന്തോ വായ നടക്കുന്നു. അങ്ങനെ നടക്കുമല്ലോ മാറ്റിച്ച്. എന്നിട്ട് അവർ വചനമെടുക്കും. ഞാൻ 2:9 അവിടെ എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്നത്. അത് വായിക്കാമോ? ഞാൻ കണ്ടത് സങ്കല്പത്തിൽ മുഴുകി ജീവിതം നഷ്ടവും ദുഃഖകരവുമാണ്. മരണത്തിന് പ്രതിവിധിയില്ല. പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിയില്ല. നമ്മുടെ ജനനം യാദൃശ്ചികമാണ്. ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നെങ്കിലും നാം പറഞ്ഞു പോകും. നാസികയിലെ ശ്വാസം പുകയാണ്. ഹൃദയസ്പന്ദനം കൊണ്ട് ഗ്രഹിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത. അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി ആത്മാവ് ശൂന്യമായ വായു പോലെ അരിഞ്ഞ് ഇല്ലാതാകും. ക്രമേണ നമ്മുടെ നാമം വിസ്തൃതമാകും. നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല. ജീവൻ മേഘശകലം പോലെ മാറിപ്പോകും. സൂര്യകിരണങ്ങളിൽ ചിതറുന്ന വെയിലേക്ക് ഇല്ലാതാകുന്ന മൂടൽമഞ്ഞ് പോലെ അത് നശിക്കും. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നുപോകുന്നു. മരണത്തിൽ നിന്ന് തിരിച്ചു വരവില്ല. അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ്. ആരും തിരിച്ചു വരികയില്ല. വരവിൽ ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം. യുവത്വത്തിന്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം. മുന്തിയ വീഞ്ഞും സുഗന്ധ ദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം. വസത്ത പുഷ്പങ്ങളെയൊന്നും വിട്ടുപറയേണ്ട. വാദം മുമ്പ് തന്നെ കൊണ്ടുകൊണ്ട് കിരീടമണിയാം. സുഖബോധങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട. ആഹ്ലാദത്തിന്റെ മുദ്രകൾ എവിടെയും പതിക്കാം. ഇതാണ് നമ്മുടെ ഓഹരി, ഇതാണ് നമ്മുടെ അവകാശം. കവിത ഓർക്കുന്നുണ്ടോ? ഇതൊന്നും പലപ്പോഴും നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ പ്രൊഫസർമാരും ഒക്കെ നടക്കുന്നത് അത് രജിസ്റ്റർ എടുക്കുക, അല്ലെങ്കിൽ അവരിച്ചൊക്കെ നടക്കുന്ന. കാരണം അരുവിയാണ്. അരുവിയുടെ യുദ്ധം നമ്മൾ പോകുന്നതിന് എങ്ങനെയാണ്? ആത്മാവുള്ള സ്ഥലത്തിനല്ലേ? ഇത് ആത്മീയ സമരം. അല്ലാതെ ആരുമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്? അവിടെ എന്തെല്ലാം പവറുണ്ട്, എന്തെല്ലാം തലത്തിൽ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ദൈവം വെളിപ്പെടുത്തിട്ട് കണ്ടോ. ഇപ്പൊ വായിച്ച വചനം കണ്ടില്ലേ? അത് ലൗകിന്റെ ചിന്തയാണ്, നമ്മളെ പറ്റിയാണ്. കണ്ടോ? ഞാനും 1:14 അധർമ്മിയെ അധർമ്മയുടെ ഡെഫിനിഷൻ ഇത്രയും ബ്യൂട്ടിഫുൾ വരക്കില്ല. നല്ല ആക്ട് ഒന്ന് വായിക്കാമോ? അധർമ്മികൾ വാക്കും പ്രവർത്തി
നിൽക്കുന്നത് തന്നെ അതുമായി സത്യം ചെയ്ത് സ്വയം നശിക്കുന്നു. കണ്ടോ? മേത്രമൻ എഴുതി സ്വയം നശിക്കുന്നു. ഈ അധർമ്മിയാണ് യേശു കർത്താവ് പറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? അതാണ് മത്തായി 7:6. അത് വിശദമായൊന്നും പറ്റിയും അധർമ്മികളെ കൊടുത്തല്ലോ. ഇവിടുത്തെ ക്രിമിനൽ കളക്ടറിനെ കൊടുത്താലേ അവനെടുത്ത് ഉപയോഗിക്കുന്നത്. അവൻ ചോദിക്കുന്നത് നിങ്ങളോട് 7 ദിവസം വേണ്ട എങ്ങനെയാണ് ഈ ലോകത്തിൽ ഞാൻ ദിവസം അവസ്ഥ എടുത്തത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ബുദ്ധിയിലാണ്. ആത്മാവിൽ വന്നാലേ എല്ലാം ആത്മീകരിക്കുന്നത്. ഇതുപോലാണ് വചനം ബുദ്ധിയെ പറയുന്നത്. വചനം ആത്മാവിലായിരിക്കണം. ഇതുപോലാണ് വചനം കേൾക്കുന്നതിന് നാം എഴുന്നേൽക്കണം. സങ്കീർത്തനം 119 130 വാക്യം എന്ത് പക്ഷെ രക്ഷയുടെ വാക്യമാണ്. കണ്ടോ? അതും അതിന്റെ കൂടെ യാക്കോബ് 1:21 കൂടെ എഴുതണം. നിലക്കുറിച്ച് ധ്യാനിക്കും. ചിലർ ധ്യാനിച്ചാൽ വല്ലതും കിട്ടുന്നത്. അല്ലെങ്കിൽ കൗൺസിലിംഗ് കോഴ്സിനൊക്കെ പോയപ്പോയിരിക്കും. അവസാനം കൗൺസിലർ കോഴ്സിന് അയാളൊക്കെ ഒരു 10 കൗൺസിൽ ചെയ്യാൻ വിഷയം ബുദ്ധിയില്. കണ്ടോ? സൈക്കോളജി, മാർക്ക്, ഗീതം എല്ലാം ദൈവം ശക്തിയിലാണ്. 1 കൊരിന്ത്യർ 4:20. ഈ ശക്തി എങ്ങോട്ട് വരും? ആരാണ് വിശ്വസിക്കണം? നമ്മളെയാണ്. നമ്മളെ ഈ ശക്തി കർത്താവ് തരും. നമ്മളെ ശക്തിപ്പെടുത്താനാണ്. കേട്ടോ? ഏറ്റവും വിലഹീനാണ് മനുഷ്യൻ. മത്തായി 26:41 ആത്മാവ് സന്നദ്ധമാണ്, ആത്മാവ് സന്നദ്ധമാണല്ലേ? ശക്തിപരമാണ്. ഇതിനെ ദൈവം ശക്തിപ്പെടുത്തും. വചനം കണ്ടോ? വചനത്തിന് ശക്തിയാണ്. ഇസയ്ക്ക് പ്രവാചകൻ 37 ആ പട്ടം പറഞ്ഞാൽ എന്താണ്? ഇസയ്ക്ക് പ്രവാചകൻ വചനം പറഞ്ഞപ്പോ ജീവൻ വെച്ചു. നമ്മൾ ആത്മാവിലാണെങ്കിൽ ജീവൻ കൊടുക്കുന്നുണ്ടാവും. പ്രാർത്ഥിക്കാറ് വിശ്വാസത്തോടെ അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. വചനത്തിന്റെ ശക്തിയാണ്. 1 Samuel 2:6 ജീവൻ കൊടുക്കുന്ന ദൈവമാണ്. വചനത്തിന് ശക്തിയാണ്. നമ്മളവിടെ വചനമാണ്. നാം വചനം പറയുന്നത് ആത്മാവിനാണെങ്കിൽ മാലാഖമാരുടെ മുഴുവനെ പ്രദർശിപ്പിക്കണം. ഒരു 10 സമയത്താണ് ഇത് കൃപയുടെ അറിവുള്ളൂ. പിന്നെ ആത്മാവ് മാലാഖമാര് അല്ലെങ്കിൽ ബുദ്ധിയിലാണെങ്കിലും ഒന്നും അറിയില്ല. എന്തോ മാലാഖമാർ ആലോചിച്ചല്ലോ. അപ്പൊ മറ്റുള്ള ഉടനെ ചെയ്തു. ഇതുകൊണ്ടാണ് പൗലോസ് 2:17-23 പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മാലാഖമാർ ആരോപിച്ചുകൂടാ. അങ്ങനെ ആരോപിച്ചാൽ നിങ്ങൾ തലയിൽ നിന്ന് പോകും, ഈശോയിൽ നിന്ന് എടുക്കപ്പെട്ടു. അവിടെ ഉടനെ പറയുന്നത് ആദ്യം വരുന്ന എന്താണ്? ആദ്യം വിനയം വരും, രണ്ടാമത് ഭക്ഷണപ്രിയം, മൂന്നാമത് ശക്തി അവിടെ ഉടലെടുക്കും. പിന്നെ ആ പ്രാർത്ഥന സംബന്ധനം മാറിപ്പോകും. 1 സെക്കൻഡ് കൂടി വിശ്വാസത്തിൽ ജീവിക്കാൻ 2 കൊരിന്ത്യർ 4:7 അതൊരു പരമ്പരാഗതമാണ്. വേഗത്തിപ്പോകും. ഇത് കണ്ടുകൊണ്ടാണ് ഇപ്പൊ പത്തോസ്. ഞാൻ പത്തോസിന് ശ്രദ്ധിക്കാത്തതാണ്. പത്തോസിന്റെ പറഞ്ഞിരിക്കുന്നത് 2 പത്തോസ് 2 1 തൊട്ട് 3 വരെ മനസ്സില് ശീഘ്രനാശം വരുന്ന മരണം നമ്മളെ ഇടയിൽ നിന്നാണ് വരുന്നത്, പുറത്തുനിന്നല്ല. ഇതിന്റെ അടുത്തത് തന്നെ ഉത്ഭവിക്കും ശീഘ്രനാശം വരുത്താനായി. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന മലാഖമാരെ നമ്മുടെ സഹകാഷ്ടരാണെന്ന് എല്ലാം പറഞ്ഞിരിക്കുന്നത്. എബ്രായർ 1:14 ആ മാതാപിതാക്കൾ നമ്മൾ വചനം കേൾക്കുമ്പോൾ കേൾക്കാൻ വരുന്നത്. അതിലാണ് നമ്മൾ സഹായിക്കുന്നത്.
അവരാണ് ഈ സകലങ്ങൾ സകലം പ്രവർത്തിക്കുന്നത്. നാം വെറുതെ നിന്ന് കൊടുത്താൽ മാത്രം മതി. കണ്ടോ? 3:17 പറയുന്നത്